ലാലേട്ടൻ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടത്? നമുക്ക് നോക്കാം. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ ചോദിക്കണം എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യണം. ഓക്കെ, ലാലേട്ടൻ എന്തൊക്കെ ചോദിക്കണം അല്ലേ? നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ പ്രതിനിധീകരിച്ച് പോയി നിൽക്കുന്ന ലാലേട്ടൻ എന്തൊക്കെ അവരോട് ചോദിക്കണം, എന്തൊക്കെ നമുക്ക് അറിയണം എന്നുള്ളത്. ജാൻമണിയുടെ ശാപവാക്കുകൾ. അതെ, ജാൻമണിയുടെ ഈ ശാപവാക്കുകൾ എന്തായാലും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ജാൻമണിയുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, തേർഡ് ക്ലാസ്, അങ്ങനെ ക്ലാസ് തിരിച്ചുള്ള സംസാരങ്ങൾ, താൻ എന്തോ വലുതാണ്, ബാക്കിയുള്ളവരെല്ലാം തൻ്റെ കീഴിലാണ് എന്നുള്ള ആ ഒരു ഭാവം, അഹങ്കാരഭാവം അല്ലെ ഞാനെന്ന ഭാവം, ഇതിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെയാണ്. ഒരാൾക്ക് മാത്രം പ്രത്യേക പരിഗണനകളൊന്നും ഇല്ല എന്നും എല്ലാവരും കണ്ടസ്റ്റൻസ് ആണെന്നും എല്ലാവരും ഒരുപോലെ ഗെയിം കളിക്കാൻ വന്നവരാണെന്നുള്ളൊരു ബോധം. പിന്നെ എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും പെട്ടെന്ന് എടുത്തു ചാടിയുള്ള ഈ അൺവാണ്ടഡ് ശാപവാക്കുകൾ, ഈ ശാപവാക്കുകൾ പറയുന്നത് എന്താ നിർത്തണം എന്ന് തന്നെ ലാലേട്ടൻ കൃത്യമായി ഒരു താക്കീത് കൊടുക്കുക തന്നെ ചെയ്യണം ഈ ഒരു കാര്യത്തിൽ. വാക്കുതർക്കങ്ങൾ ബിഗ് ബോസ് ഹൗസിലെ ഒരു പ്രധാന ഗെയിമിങ് തന്നെയാണ്. കാര്യം ഗെയിം ആകുമ്പോൾ അതിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ വാക്കുതർക്കങ്ങളിൽ ഉപയോഗിക്കേണ്ട ഭാഷ അത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ആയിരുന്നു കാണുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത്ര മോശമാണെങ്കിൽ വളരെയധികം കാണാൻ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ വീക്കിലൊക്കെ നടന്ന വാക്കുതർക്കങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകൾ വളരെയധികം വൃത്തികേടുകൾ നിറഞ്ഞതാണ്. പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വീട്ടിലുള്ളവരെ വിളിക്കുക, അതും വളരെ മോശമായ കാര്യമാണ്. ജിൻഡോ, ഗബ്രി, റസ്മിൻ, ജാസ്മിൻ, ഈ 4 പേരാണ് ഇതിലെ പ്രധാന പ്രതികൾ. അവർ വഴക്കുണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ, വാക്കുതർക്കങ്ങളിൽ ഉണ്ടാവുന്ന ഭാഷാപ്രയോഗങ്ങൾ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് വീട്ടിലിരിക്കുന്ന അമ്മയെ അച്ഛനെ ഒക്കെ വിളിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഇത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് 4 പേരെയും ലാലേട്ടൻ വാൺ ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ജാസ്മിൻ്റെ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരുന്നായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ഇങ്ങനെ പറയുന്നത്, നോറയുമായിട്ടുള്ള ആ വിഷയത്തിൻ്റെ പുറത്ത് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ തന്ത ഇവിടെ എന്നെ വിളിച്ചിട്ട് പൊരിച്ചിട്ടിരിക്കുകയാണെന്ന്. അതെ, അത് സത്യമായിരുന്നു, അതെന്താണ്, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. ജാസ്മിൻ പ്രേക്ഷകരെ ബിഗ് ബോസിനെയും ഒരുമിച്ച് പറ്റിച്ചതാണോ, അതോ ബിഗ് ബോസും ജാസ്മിനും കൂടി നമ്മളെ പറ്റിച്ചതാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതിന് ഉത്തരം കണ്ടുപിടിക്കുക തന്നെ വേണം. നാലാമത്തത്, ഗ്യാസ് തുറന്നു വെച്ചത് ആര്? അത് വലിയ പ്രശ്നമൊന്നും അല്ല, എങ്കിലും അതാര് എന്നുള്ളതും കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, കണ്ടുപിടിക്കേണ്ടതാണ്. കഴിഞ്ഞ വീക്കിൽ വന്നപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞതാണ് പവർ ടീമിന് ശിക്ഷകൾ കൊടുക്കുമ്പോൾ ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും എലമെൻ്റ് ഉള്ള കൊടുക്കണമെന്ന്. പക്ഷേ ഇവിടെ ഫസ്റ്റിൽ തന്നെ ജിൻഡോയ്ക്ക് ഫ്ലോർ ക്ലീനിങ് കൊടുത്തു, അത് മോശമായ കാര്യമാണ്. അതിനുശേഷം ഗബ്രിക്ക് പെണ്ണായിട്ട് വേഷം കെട്ടുക, അതായത് ഒരു പണിഷ്മെൻറ്റും കൊടുത്തു. ഇത്തരം കാര്യങ്ങളൊന്നും ശരിയായ കാര്യമല്ല. അവരെ ഫാൻ ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഏതായാലും എപ്പിസോഡിൽ നമുക്ക് കാണാം എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ ചോദിക്കുക, പറയുക എന്നൊക്കെ ഉള്ളത്. ഏതായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ ബൈ.